അതെ, അവർ വിചാരിക്കാത്ത തരത്തിലുള്ള റിയാക്ഷനാണ് ഗാന്ധി വധത്തോടു കൂടി ഉണ്ടായത്. ഇവരുടെ കണക്കൂട്ടൽ ഗാന്ധിയെ കൊന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ അപ്പുറത്തുണ്ടാവുന്നുണ്ട്, അവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഈ പറയുന്ന കൂടെ നിൽക്കും. കാരണം അവർക്കവിടെ വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകളാണ്. അപ്പോൾ അത് കൂടെ നിൽക്കും. അത് കൂടെ നിന്നതോട് കൂടിയിട്ട് ഗാന്ധിയെ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഹിന്ദു രാഷ്ട്രം എളുപ്പം ആവുമെന്നാണ് അവർ വിചാരിച്ചത്. കാര്യങ്ങൾ നേരെ തകിടം മറിയാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. ഡൽഹി ഒന്നടങ്കം, അതായത് ഗാന്ധിയെ എതിർത്തിരുന്ന ആളുകൾ വരെ ഗാന്ധി മരിച്ചതോടെ ഗാന്ധിയുടെ അനുയായികളായിട്ട് സ്വല്പകാലത്തേക്കെങ്കിലും മാറുന്നുണ്ട്. ഗാന്ധിയുടെ ഈ പ്രൊസഷൻ, ഈ ശവഘോഷയാത്ര എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഒരു കുഞ്ഞു പോലും പങ്കെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല അതിൻ്റെ തിരിച്ചടി അവർക്ക് അപ്പം തന്നെ കിട്ടുകയും ചെയ്തു. 51-52 ഇലക്ഷനിൽ ഇവർ മാർജിനലൈസ് ചെയ്തിട്ട് അവർ 10 സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു പ്രവണതയുണ്ടായി. അവർ കാൽക്കുലേഷൻ തെറ്റിയത് അവിടെയാണ്. ബാക്കി പറഞ്ഞ പോലെ ഈ കാൽക്കുലേഷൻസൊക്കെ വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗാന്ധി വധത്തിന് ശേഷം അവർ തിരിച്ചു വരുന്നത് പിന്നീട് ഈ പറയുന്ന ബാബറി മസ്ജിദ് പോലെയുള്ള ഇഷ്യൂസ് ഉയർത്തിയിട്ടാണെന്നും കൂടി ഓർക്കണം. അല്ലെങ്കിൽ ഇന്ത്യ പോലെ മതങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു രാജ്യത്ത് ഒരു പക്ഷേ മതാധിഷ്ഠിത പൊളിറ്റിക്സിന് പിടിച്ചു കയറാനുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈ ഒരൊറ്റ സംഗതിയാണ് മരിച്ച ഗാന്ധി ജീവിച്ചിരുന്ന ഗാന്ധിയേക്കാൾ വലിയ രാഷ്ട്രീയ ശക്തിയായിട്ട് മാറുകയുണ്ടായി ഇന്ത്യയിൽ. സവർക്കർ 1923 പുറത്തു വരുന്നു, ജയിലിൽ നിന്ന് പുറത്തു വരുന്നു. 1937 വരെ അയാൾ രത്നഗിരി ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ രത്നഗിരി ജില്ലയിൽ 23 തൊട്ട് 14 വർഷം പ്രവർത്തിക്കുന്നത് ഒരു ഹിന്ദു റേസിസം ഉണ്ടാക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദു ഫാസിസത്തിന് ഈ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണിസമായിട്ടുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട്. യാഥാസ്ഥിതിക ബ്രാഹ്മണിസം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഈ സ്മൃതികളെ, ഇപ്പോൾ മനുസ്മൃതി പോലെയുള്ള പുസ്തകങ്ങളെ, അല്ലെങ്കിൽ ശ്രുതികളെ, അല്ലെങ്കിൽ പുരാണോക്തങ്ങളായിട്ടുള്ള സംഗതികളെയാണ് ആശ്രയിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ആൾക്കാരെ പുറത്താക്കാമെന്നാണത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരെ മുഴുവൻ പുറത്ത് നിർത്തണം, ഇത്ര അടി അകല ദൂരത്ത് വെക്കണം, അവരൊപ്പം ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവർ നടക്കുന്ന വഴി കൂടെ നടക്കാൻ പാടില്ല, എല്ലാത്തിനെയും പുറത്തേക്ക് തള്ളുക എന്ന് പറയുന്ന എക്സ്ക്ലൂഷനാണ് അതിൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരുന്നത്. സവർക്കർ ആ സ്ഥാനത്താണ്. സവർക്കർ വേറെ ഒരു തരം ഐഡിയോളജിക്കലായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരേ സമയം പിതൃരാഷ്ട്രമാവണം, പുണ്യഭൂമിയാവണം. അപ്പോൾ ഈ പിതൃഭൂമി പുണ്യഭൂമി എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇതിൻ്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാണ്, മജോറിറ്റിക്കാണ് ഇവിടെ അധികാരം എന്നുള്ളത് തോന്നണം. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രാഹ്മണിസത്തിൻ്റെ ഒരു പുതിയ രൂപമാണ്, ആധുനിക രൂപമാണ് സവർക്കർ ഉപയോഗിച്ചിരുന്നത്. സവർക്കർ പന്തിഭോജനം നടത്തുന്നുണ്ട്. ഈ രത്നഗിരി ജില്ലയിൽ ഏറ്റവും താഴ്ന്ന മനുഷ്യരെ, മഹറുകളെയും ബാങ്കികളെയൊക്കെ പിടിച്ചിരുത്തി പന്തിഭോജനം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനം അവിടെ പതിത് പവൻ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഈ പറയുന്ന താഴ്ന്ന മനുഷ്യർക്കായി തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നവോത്ഥാനത്തിൽ സംഭവിച്ചിട്ടുള്ള ഇത്തരം പ്രവൃത്തികളും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. നവോത്ഥാനത്തിൽ ഇപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്പൂതിരി നവോത്ഥാനം ഏറ്റവും അവസാനം സംഭവിക്കുന്നതാണ്. വീട്ടിൽ പറയുന്ന നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്പൂതിരിത്വം ബ്രാഹ്മണത്വം എടുത്ത് മാറ്റിയിട്ട് ഒരു മോഡേൺ ആയിട്ടുള്ള ആധുനിക മനുഷ്യനാക്കുക എന്ന് പറയുന്നത്. സവർക്കർ നേരെ തിരിച്ചാണ്. ഏറ്റവും അവസാനത്തെ മഹറിനെ പൂണൂലിടിക്കുകയാണ്. പൂണൂലിടിക്കുമ്പോൾ മഹറിന് ഒരു വ്യാജമായിട്ടുള്ള ഒരു സാമൂഹ്യ ചലനാത്മകത കിട്ടിയതായിട്ട് തോന്നും. അങ്ങനെ ആ തോന്നലിനെ അതിലൂടെ ഒരു ബ്രാഹ്മണിസത്തിൻ്റെ വികാസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം എന്ന് വിളിക്കാവുന്ന ആ സ്ഥലത്തെ ഏറ്റവും അവസാനത്തെ മനുഷ്യനെയും ബ്രാഹ്മണിസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു റേസ് ഉണ്ടാക്കുന്നു. ഈ റേസ് വ്യാജമാണെന്ന് നമുക്കറിയാം. ഹിന്ദു റേസ് എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നാണ് ഹിന്ദു വംശീയത എന്ന് പറയുന്നത്. ഹിന്ദു വംശീയത ഉണ്ടാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ RSSൻ്റെ ഇപ്പോൾ ഗോഡ്സെ തന്നെ ഈ ഗാന്ധി വധത്തിന് ആ സമയത്ത് കോടതിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ RSS പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഗോഡ്സെ പറയുന്നത് ഞാൻ RSSൻ്റെ ജാതിവിരുദ്ധ യൂണിറ്റിലാണ് പ്രവർത്തിച്ചിരുന്നതെന്നാണ് പറയുന്നത്.
അപ്പോൾ ആ വ്യത്യാസം പ്രധാനപ്പെട്ടതാണ്, അത് നമ്മൾ കാണണം. അതല്ലാതെ പഴയ ബ്രാഹ്മണിസത്തിൻ്റെ തുടർച്ചയിൽ ഇത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്നായിട്ടാണ്. എന്നാൽ മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയെയോ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ പുറത്താക്കുകയും ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന ഫോൾഡിലേക്ക് എല്ലാത്തരം ജാതികളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഒരു വംശീയത സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ സവർക്കർ തന്നെ തുടക്കത്തിൽ തന്നെ ചെയ്തിരുന്ന കാര്യം.